Hello everyone. Today we will discuss ദ്രവ്യത്തിന്റെ അവസ്ഥകൾ. ദ്രവ്യത്തിന്റെ അവസ്ഥകൾ. ഓക്കെ, ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം എന്ന് പറയുന്നു. പിണ്ഡം, മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം, മാസ്. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ് കിലോഗ്രാം. ദ്രവ്യം, ഒരു വസ്തുവിന്റെ പിണ്ഡത്തിനു മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലം, ഭാരം ഈസ് ഈക്വൽ ടു എം ജി. എം എന്ന് പറയുന്നത് സ്മോൾ എം എന്താണ്? പിണ്ഡമാണ്. ജി എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണമാണ്. ഭൂഗുരുത്വാകർഷണം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂഗുരുത്വാകർഷണം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റ് കെ ജി എം എസ് റേസ് ടു -2 ഓർ ന്യൂട്ടൺ, ക്യാപിറ്റൽ ലെറ്റർ എൻ. യൂണിറ്റ് കെ ജി മീറ്റർ, കെ ജി എം എസ് റേസ് ടു -2 ഓർ ന്യൂട്ടൺ എൻ. പിണ്ഡം, ഭാരം. ഓക്കെ, പിണ്ഡം മാസാണ്, ഭാരം വെയിറ്റ് ആണ്. ഓക്കെ, പിണ്ഡം എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഭാരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ പിണ്ഡത്തിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. പിണ്ഡം അദിശ അളവാണ്, അദിശ അളവ്. ഭാരം സദിശ അളവ്, സദിശം. പിണ്ഡം സ്ഥിരസംഖ്യ, ഭൂഗുരുത്വ ത്വരണത്തെ ആശ്രയിക്കുന്നില്ല. ഭാരം ഭൂഗുരുത്വ ത്വരണത്തെ അടിസ്ഥാനമാക്കി മാറുന്നു, സ്ഥിരസംഖ്യ അല്ല. പിണ്ഡം എസ് ഐ യൂണിറ്റ് കെ ജി ആണ്. ഭാരം എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ന്യൂട്ടൺ. ഓക്കെ, ദ്രവ്യത്തിന്റെ അവസ്ഥ എത്രയാണുള്ളത്? 9 തരത്തിലാണുള്ളത്, 9 എണ്ണം. 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, 6 ക്ലാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, 7 ടൈം ക്രിസ്റ്റൽ, 8 എക്സൈറ്റോണിയം ഓർ ജാൻ ടെല്ലർ മെറ്റർ, 9 റിഡ്ബർഗ് പോളറൻസ് ആണ്, റിഡ്ബർഗ് പോളറൻസ്. ഓക്കെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. 5-മത്തത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഖരം നിശ്ചിത ആകൃതിയാണുള്ളത് ഖരത്തിന്, നിശ്ചിത വ്യാപ്തവും നിശ്ചിത ആകൃതിയും ഉള്ളതാണ് ഖരം. ദ്രാവകം നിശ്ചിത ആകൃതിയില്ല, നിശ്ചിത വ്യാപനമുണ്ട്. തന്മാത്രകൾക്കിടയിലെ അകലം ഖരാവസ്ഥയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. തന്മാത്രകൾക്ക് ഗതികോർജം കൂടുതൽ. ദ്രാവകം സാന്ദ്രത ഖരാവസ്ഥയേക്കാൾ കുറവ്. വാതകം നിശ്ചിത ആകൃതിയോ വ്യാപനമോ ഇല്ല. തന്മാത്രകൾക്കിടയിലെ അകലം വളരെ കുറവ്. തന്മാത്രകൾക്കിടയിലെ ആകർഷണ ബലം വളരെ കൂടുതൽ. തന്മാത്രകൾക്കിടയിലെ ഗതികോർജം വളരെ കൂടുതൽ. വാതകം സാന്ദ്രത കുറവ്. താരതമ്യം തന്മാത്രകൾക്കിടയിലെ അകലം. വാതകം ഈസ് ഗ്രേറ്റർ ദാൻ ദ്രാവകം ഈസ് ഗ്രേറ്റർ ദാൻ ഖരം. ആകർഷണ ബലം, ഖരം ഈസ് ഗ്രേറ്റർ ദാൻ ദ്രാവകം ഈസ് ഗ്രേറ്റർ ദാൻ വാതകം. ഗതികോർജം, കൈനറ്റിക് എനർജി, വാതകം ഈസ് ഗ്രേറ്റർ ദാൻ ദ്രാവകം ഈസ് ഗ്രേറ്റർ ദാൻ ഖരം. സാന്ദ്രത, ഖരം ഈസ് ഗ്രേറ്റർ ദാൻ ദ്രാവകം ഈസ് ഗ്രേറ്റർ ദാൻ വാതകം. വ്യാപനം, വാതകം ഈസ് ഗ്രേറ്റർ ദാൻ ദ്രാവകം ഈസ് ഗ്രേറ്റർ ദാൻ ഖരം. പ്ലാസ്മ, നാലാമത്തെ ഫോമാണ് പ്ലാസ്മ. ദ്രവ്യത്തിന്റെ 4-മത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഓക്കെ, ദ്രവ്യത്തിന്റെ 4-മത്തെ അവസ്ഥ ആദ്യമായി തിരിച്ചറിഞ്ഞത് ആരാണ്? സർ വില്യം ക്രൂക്സ് ആണ്. സർ വില്യം ക്രൂക്സ് 1879, 1879. പ്ലാസ്മ എന്ന പേര് നൽകിയത് ആരാണ്? ഇർ വിങ്ലാങ് മോളാണ്. ഒരു മോളാണ്. ഏത് മോളാണ്? ഇർ വിങ്ലാങ് മോള്. ഓക്കെ, പ്രപഞ്ചത്തിൽ 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിൽ. തന്മാത്രകൾ അയണീകരിക്കപ്പെട്ട അവസ്ഥയിൽ തന്മാത്രകൾ. ഏറ്റവും ക്രമരഹിതമായ അവസ്ഥ വ്യാപനം. ഏറ്റവും കൂടുതൽ സ്വതന്ത്രമായ ചാർജ് കണങ്ങളുടെ കൂട്ടം ഉയർന്ന താപനില കാരണം സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥ. ഓക്കെ, കണികകൾ സൂപ്പർ എനർജറ്റിക് അവസ്ഥ. ഓക്കെ, എക്സാമ്പിൾ സൂര്യൻ, നക്ഷത്രങ്ങൾ, മിന്നൽ, തീജ്വാല, ഫ്ലൂറസൻ ട്യൂബ്, നിയോൺ ബൾബ് എന്നിവയിലെ അവസ്ഥ. 5-മത്തതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ 5-മത്തെ അവസ്ഥ വളരെ താഴ്ന്ന താപനിലയിലെ
ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ് കണ്ടൻസേറ്റ് അവസ്ഥ. ഓക്കെ, കേവല 0 കെൽവിൻ ഈസ് ഈക്വൽ ടു -273.15 ഡിഗ്രി സെൽഷ്യസ്. സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും ചേർന്ന് 1920 കണ്ടെത്തി. ഏത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അതിദ്രവത്വമാണുള്ളത്, സൂപ്പർ ഫ്ലൂയിഡിറ്റി ആണുള്ളത്, സൂപ്പർ ഫ്ലൂയിഡിറ്റി. അടിസ്ഥാന കണം ഏതാണ്? ബോസോൺസ് ആണ്. ബോസോൺസ് അടിസ്ഥാന കണം ബോസോൺസ്. പദാർത്ഥത്തിലെ ഊർജവാഹകർ ആരാണ്? പദാർത്ഥത്തിലെ ഊർജാവാഹകർ ബോസോൺ ആണ്. ബോസോൺ എന്ന പേര് നൽകിയത് ആരാണ്? പോൾ ഡിറാക്ക് ആണ്. പോൾ ഡിറാക്ക്. ഹിഗ്ബോസോൺ ദൈവകണം എന്ന പേര് ആരാ കൊടുത്തത്? ലിയോൺ ലെഡർമാൻ ആണ്. ലെഡർമാൻ. ഹിഗ്ബോസോൺ ദൈവ കണം എന്നറിയപ്പെടുന്നു. ഇതാരാ കൊടുത്തത്? ലിയോൺ ലെഡർമാൻ ആണ്. ലെഡർമാൻ. എല്ലാ ജീവജാലങ്ങളിലെയും അടിസ്ഥാന കണം ഏതാണ്? ഹിഗ്ബോസോൺ ആണ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്ബോസോൺ. സത്യേന്ദ്രനാഥ ബോസും പീറ്റർ ഹിഗ്സും കണ്ടുപിടിച്ചത്. സത്യേന്ദ്രനാഥ ബോസും പീറ്റർ ഹിഗ്സ് ബോസോൺ. ഓക്കെ. ആറാമത്തത് ഫെർമി യോണിക് കണ്ടൻസേറ്റ് ആണ്. ആറാമത്തെ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ കണ്ടെത്തിയത് ദെംബോറ എസ് ജിൻ ആണ്. വളരെ താഴ്ന്ന താപനിലയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റിനുള്ളത്. അതിദ്രവത്വം ആണുള്ളത് ഫെർമിയോണിക് കണ്ടൻസേറ്റിന്. അടിസ്ഥാന ഘടകം ഫെർമിയോണുകളാണ്. 7 ക്ലാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. വളരെ ഉയർന്ന താപനിലയിൽ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ക്ലാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും ഉള്ള പ്രാഥമിക കണമാണ് ക്ലാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ക്ലാർക്ക് മോഡൽ കണ്ടെത്തിയത് ആരാണ്? ജോർജ് സിഗും അതേപോലെ മുറൈജൻ മാനും. ജോർജ് സിഗ്, ജോർജ് സിഗ് ക്ലാർക്ക് മോഡൽ കണ്ടെത്തിയത്. ഓക്കെ. 8ാമത്തെയാണ് ടൈം ക്രിസ്റ്റൻ. 9ാമത്തത് ജാൻ ടെല്ലർ മെറ്റൽ. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. ഉയർന്ന താപനിലയിലും സൂപ്പർ കണ്ടക്ടിവിറ്റി. ഒരേ സമയം ചാലകമായും വൈദ്യുത വിരോധിയായും പ്രവർത്തിക്കാൻ കഴിയുന്ന ദ്രവ്യാവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. ഓക്കെ. 10ാമത്തെയാണ് റിഡ്ബർഗ് പോളറൻസ്. ഓക്കെ. പുതുതായി കണ്ടെത്തിയവ ആണ് റിഡ്ബർഗ് പോളറൻസ്, റസ്ബർഗ് മാറ്റർ. പുതിയതായി കണ്ടെത്തിയത് ഏതൊക്കെയാണ്? റസ്ബർഗ് മാറ്റർ എന്താണ്? ആറ്റങ്ങൾ ഉത്തേജിക്കപ്പെട്ട അവസ്ഥയിൽ അയോണുകൾ ആയി കാണപ്പെട്ടു. 2ാമത് ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. ഇലക്ട്രോണുകൾ കണമായും പ്രതികരണമായും കാണപ്പെടുന്നു. ഇലക്ട്രോണുകൾ കണമായും പ്രതികണമായും കാണപ്പെടുന്നു. മായാറാനെ ഫെർമിയോണുകൾ, ഇലക്ട്രോൺ ആൻഡ് പോസിട്രോൺ. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഒരേ സമയം ചാലകമായും വൈദ്യുത വിരോധിയായും പ്രവർത്തിക്കാൻ കഴിയുന്ന ദ്രവ്യാവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ ആണ്. എല്ലാ ജീവജാലങ്ങളിലെയും അടിസ്ഥാന കണം ഏതാണ്? ഹിഗ്ബോസോൺസ് ആണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ഓക്കെ. പ്രപഞ്ചത്തിൽ ദ്രവ്യം കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ദ്രാവങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് എന്ത് വിളിക്കുന്നു? ദ്രവങ്ങൾ. Thank you so much for listening me. We'll see you next video. Bye.